ദേശീയപാതയിൽ ഞങ്ങൾ കണ്ടുമുട്ടിയ നേതാവ് CK പത്മനാഭൻ, BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും ദേശീയ സമിതി അംഗവുമാണ്. ഈ മുൻ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ വാജ്പേയിയുടെ കാലഘട്ടത്തിലായിരുന്നു അല്ലേ? അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന BJPയുടെ ദേശീയ തലത്തിലാണ് ഞാൻ പറയുന്നത് നയങ്ങളും ഇപ്പോഴത്തെ നയങ്ങളും തമ്മിൽ എങ്ങനെയാണ് താങ്കൾ താരതമ്യം ചെയ്യുക? ഈ നല്ല ഒരു ഭരണത്തിന് തുടക്കം കുറിച്ചത് വാജ്പേയി ഗവൺമെൻറ്റാണ്. പല മേഖലകളിലും വികസന പ്രവർത്തനത്തിൻ്റെ രംഗത്ത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നല്ല തുടക്കം കുറിച്ചത്. പക്ഷേ അന്ന് പക്ഷെങ്കിൽ നമ്മുടെ ദേശീയ ജനാധിപത്യ സഖ്യമാണ്, അന്നും മുന്നണിയുണ്ട്. ഒരുപാട് ശക്തമായ ഘടകകക്ഷികളുടെ ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണി BJP അതാണ്. പക്ഷേ ഇന്ന് കുറേയും കൂടി നമുക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാം. ഘടകകക്ഷികളുടെ അധിക സമ്മർദ്ദം വരില്ല. BJPക്ക് തന്നെ വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം എന്നുള്ള നിലക്ക് കുറച്ചുകൂടി സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയിൽ കാര്യങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നയങ്ങളുടെ കാര്യമാണ് ചോദിച്ചപ്പോൾ വാജ്പേയിയൊക്കെ ഉണ്ടായിരുന്നതിൽ വ്യത്യസ്തമായി ഹിന്ദുത്വ നയങ്ങൾ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് BJP. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഈ ഹിന്ദുത്വം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോർ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് BJPയെ സംബന്ധിച്ച്. അതിനെ വ്യാഖ്യാനിച്ച് പലരും അതിനെ വഷളാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഈ സമസ്ത ജീവജാലങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ഋഷീശ്വരന്മാർ, ഭാരതത്തിലെ ഋഷീശ്വരന്മാർ അവർ നമുക്ക് നൽകിയിട്ടുള്ള ഒരു വലിയ ജീവിത ദർശനമാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത്. അത് പല ആളുകളും അത് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് നാനാജാതി മതസ്ഥരായിട്ടുള്ള ഒരു സമൂഹമാണ്. വിവിധ മതവിശ്വാസങ്ങൾ, വിവിധ ഭാഷകൾ, വിവിധ വേഷങ്ങൾ, ബഹുസ്വരത എന്ന് പറയുന്ന ആ ഒരു സമൂഹം. അതുപോലെ തന്നെ ഹിന്ദു തന്നെയാണ് ശ്രീ പത്മനാഭൻ. ഇപ്പോൾ താങ്കൾ പറഞ്ഞത് ഹിന്ദുയിസം ആ കൺസെപ്റ്റാണ്. അതിപ്പോൾ എല്ലാ സന്യാസി വര്യന്മാരും പോലെ. പക്ഷേ ഇത് സവർക്കർ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും പിന്നീട് ഏതാണ്ട് 90കളുടെ കാലത്ത് വാജ്പേയിയുടെ കാലഘട്ടത്തിലൊക്കെയാണ് പിന്നീട് സവർക്കറെ ആരാധിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് BJP കടക്കുകയും സവർക്കറുടെ പ്രത്യയശാസ്ത്രമാണ് ഹിന്ദുത്വ. ആ ഹിന്ദുത്വമാണ് ഇന്ന് പിന്തുടരുന്നത്. അതിനെ നമ്മൾ ഹിന്ദുയിസവുമായി കൂട്ടിയിണക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ഇപ്പോൾ പറഞ്ഞു സർവ്വ ജീവജാലങ്ങൾക്കും സർവ്വമത ജാതികൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള നയങ്ങളാണ്. പക്ഷേ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന പൗരത്വ ഭേദഗതി നിയമം മുസ്ലിങ്ങളെ മാത്രം ഒഴിച്ചു നിർത്തിക്കൊണ്ട് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും വരുന്ന അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കുകയാണ്. അതെങ്ങനെയാണ് അപ്പോൾ സർവ്വ ചരാചരങ്ങൾക്കുമുള്ളത്? അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം അമിത്ഷാജി അത് വിശദീകരിച്ചിട്ടുണ്ട്. ഈ മതപീഡനം അനുഭവിച്ച് അവിടെ നിന്ന് ഓടിപ്പോരേണ്ടി വന്ന ആളുകൾ, ആ ആളുകൾ ഇന്ത്യയിലും അവർക്ക് പൗരത്വം കിട്ടാത്തതിൻ്റെ ഫലമായിട്ട് അവർ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അതിനൊരു അറുതി വരുത്തുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പൗരത്വ ഭേദഗതി നിയമം വരുന്നത്. അതിനകത്ത് മുസ്ലിങ്ങൾ എന്ന് പറയുക, മുസ്ലിങ്ങൾക്ക് അത് വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. കാരണം മുസ്ലിം കൺട്രികളാണ് ഇതൊക്കെ, അല്ല മുസ്ലിം രാഷ്ട്രങ്ങളാണ്. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നാണ് അഹമ്മദീയരായിട്ടുള്ള ആളുകൾ അവിടെ മതപീഡനത്തിന് ഇരയാവുന്നുണ്ട്. പക്ഷെ അവർക്കും ഇവിടുത്തെ ഈ പൗരത്വ നിയമം അനുസരിച്ച് ഉള്ള അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും കൊടുക്കാനുള്ള ഇതുണ്ടെന്നാണ് ഇപ്പം അതിൻ്റെ വിശദീകരണം വന്നിരിക്കുന്നത്. അങ്ങനെയാണ്. പക്ഷേ ഒരു കാര്യം, മുസ്ലിങ്ങളിൽ ഒരാൾക്കുമില്ല, മുസ്ലിങ്ങൾ ഒഴിച്ചു നിർത്തുന്നു എന്നുള്ളത് കൃത്യമായി ആക്ടിൽ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ? അല്ല, ഇവർക്കും കൊടുക്കാമെന്നുള്ളത് ഇപ്പം അമിത്ഷാജിയുടെ വിശദീകരണം അങ്ങനെയാണ് കണ്ടത്. ഇതിനകത്ത് വരുന്ന താങ്കൾ, ഞാൻ ചോദിക്കുന്നു, ഇപ്പോൾ BJPയുടെ കോർ നേതാക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് പല വിശദീകരണങ്ങളും. ഞാൻ ചോദിക്കുന്നത് താങ്കളോടാണ്. ഇപ്പോൾ CK പത്മനാഭൻ എന്ന നേതാവ് ഇപ്പോൾ വാജ്പേയിയുടെ കാലത്തൊക്കെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഒരു നേതാവിനോടാണ് എൻ്റെ ചോദ്യം. അത് താങ്കൾ പൂർണ്ണമായി അതിനോട് യോജിക്കുന്നുണ്ട്? അല്ല, ഒരു സമുദായത്തെയും നമുക്ക് ഒഴിച്ചു നിർത്താൻ വേണ്ടി സാധ്യമല്ല. പ്രത്യേകിച്ചും ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സ്ഥിതി, ഒരു മുസ്ലിം വിരുദ്ധത ഇപ്പം വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരു ഗുണവും ചെയ്യില്ല. അത് ചില ആളുകളുടെ, ചില വികാരജീവികളുടെ ഈ ഞരമ്പ് രോഗം മാറ്റാൻ പറ്റുന്നുള്ളതിൽ കവിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൻ്റെ ഒരു സർവതോമുഖമായ പുരോഗതിക്കും സാഹോദര്യത്തിനും സൗഹാർദ്ദപരമായ ജീവിതത്തിനും ഒരു തരത്തിലും പ്രയോജനം ചെയ്യാത്ത ഇതാണ് ഒരു വേണ്ടുന്നതിനും വേണ്ടാത്തതിനും ഒരു മുസ്ലിം വിരുദ്ധത. ഭീകരവാദത്തിനെതിരായിട്ട് നമ്മൾ വളരെ ശക്തമായിട്ട് നിലനിൽക്കണം, അതിന് ഒരു സംശയവും വേണ്ട.
പക്ഷേ മുസ്ലിം സമുദായം എന്ന് പറയുന്നത് ഭാരതത്തിൽ വളരെയധികം ഈ നാടിൻ്റെ ദേശീയതയുടെ അവിഭാജ്യ ഘടകമാണ് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതാണ്. എൻ്റെ ഹിന്ദുത്വം എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദൻ്റെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയും ഹിന്ദുത്വമാണ് എൻ്റെ ഹിന്ദുത്വം അതാണ്. അതുകൊണ്ടാണ് അതിന് എനിക്ക് ഇപ്പോൾ വേറെ ഏതെങ്കിലും പഴയ പ്രമാണിമാരുടെ അതിലൊന്നും പോകേണ്ട കാര്യമില്ല. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്കറിയാം, നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൽ ശരിക്ക് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും എന്ന് പറയുന്നത്, ശക്തി എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ ഏകതയാണ്, സൗന്ദര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ബഹുസ്വരതയാണ്. അപ്പോൾ ഈ ശക്തിയും സൗന്ദര്യവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തെ അതിൻ്റെ പൂർണ്ണതയിൽ വർത്തിക്കാൻ ഇടവരുത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഏകതയെ അടിസ്ഥാനമായി ശക്തിപ്പെടുത്തുകയും ഈ ബഹുസ്വരത എന്ന ഈ സൗന്ദര്യത്തെ നമ്മൾ അതിൻ്റെ പൂർണ്ണമായ രീതിയിൽ നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ് രാഷ്ട്രത്തിന് ശക്തിയും സൗന്ദര്യവും ഒരുമിച്ചുണ്ടാകുന്നത്. താങ്കളുടെ ആ അഭിപ്രായത്തോട് പൂർണ്ണമായും യോജിക്കുകയാണ്. പക്ഷേ നാം കാണേണ്ടത് ഈ മുസ്ലിം വിരുദ്ധത എന്ന് പറഞ്ഞ് വളർത്തിക്കൊണ്ടുവരുന്ന ആ സംഗതിയുടെ നേതൃത്വം മോദിക്കും അമിത്ഷായ്ക്കും തന്നെയല്ലേ? നമുക്ക് അങ്ങനെ അത് വിവരിക്കാൻ വേണ്ടി അങ്ങനെ നമുക്കത് വിശദീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് സംഘടനകളുണ്ട്, പലതരത്തിലുള്ള ഹിന്ദു സംഘടനകളും പലരും ഉണ്ട് ഇവിടെ. അപ്പോൾ എന്തിനാണ് എന്ന് എനിക്കത് മനസ്സിലാവുന്നില്ല. കാരണം നൂറ്റാണ്ടുകളായിട്ട് നമ്മളെ ഈ ഭാരതത്തിൽ മുസ്ലിങ്ങൾ ഭരണം നടത്തി. എൻ്റെ ഒറ്റ ചോദ്യം ഇതാണ്, അതായത് 400 സീറ്റ് നേടി BJP അധികാരത്തിൽ വന്നാൽ ഭരണഘടന മാറ്റി എഴുതും എന്ന് ഒരു BJPയിൽ നിന്നുള്ള ഒരു MP, കർണാടകത്തിൽ നിന്നുള്ള ഒരു MP പറയുമ്പോൾ പ്രധാനമന്ത്രി പ്രതികരിക്കേണ്ടതല്ലേ? എനിക്ക് തോന്നുന്നത് ആ പറഞ്ഞ MP ഇപ്പോൾ സീറ്റ് കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. ഈ ഇതിൽ അദ്ദേഹം മത്സരിക്കുന്നുണ്ട് ഉണ്ടോ? എനിക്കത് അത്ര നിശ്ചയം. വീണ്ടും മത്സരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, പക്ഷെ മത്സരിക്കുന്നു. പിന്നെ വേറെ വേറെ ഒരു ചീത്ത പറഞ്ഞ ഒരു MP ഉണ്ടല്ലോ, ഡാനിഷ് അലിയെ ചീത്ത പറഞ്ഞ, അയാൾക്കൊന്നും കൊടുത്തിട്ടില്ല സീറ്റ്. അല്ല, ഞാൻ എൻ്റെ ചോദ്യം ഇതായിരുന്നു ശ്രീ CK പത്മനാഭൻ. താങ്കൾ ആ ചോദ്യത്തിൽ നിന്ന് അതിലേക്ക് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതായത് അങ്ങനെ ഭരണഘടന പൊളിച്ചെഴുതും എന്ന് പറയുന്ന സന്ദർഭത്തിൽ, BJPയുടെ MP പറയുന്ന സന്ദർഭത്തിൽ പ്രധാനമന്ത്രി ചെയ്യേണ്ടത് എന്താണ്? അല്ല, പ്രധാനമന്ത്രി തുടക്കത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു നമ്മുടെ ഭഗവത്ഗീത എന്ന് പറയുന്ന ഭരണഘടനയാണ്. അദ്ദേഹം പറഞ്ഞത് ഇന്നത്തെ ഭരണഘടന, പൊളിച്ചെഴുതുന്ന ഭരണഘടനയെക്കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഭഗവത്ഗീത എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയാണ് എന്ന് തുടക്കം മുതൽ തന്നെ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ പ്രധാനമന്ത്രി.